പാകിസ്ഥാനിൽ ഭീകരർ ട്രെയിൻ തട്ടിയെടുത്തു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ട്രെയിൻ തട്ടിയെടുത്തത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, പാകിസ്ഥാനിൽ വീണ്ടും ഒരു സംഘർഷത്തിനുള്ള സാധ്യതയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആളുകളാണ് ഈ ഒരു ട്രെയിൻ റാഞ്ചി എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ട്രെയിനിൽ എത്ര യാത്രക്കാരുണ്ട്, എവിടെ വെച്ചാണ് ഈ ട്രെയിൻ റാഞ്ചിയത് മുതലായ വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ഇപ്പോൾ ഒരു ട്രെയിൻ റാഞ്ചി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ആ ട്രെയിനിൽ 9 ബോഗികളാണ് ഉണ്ടായിരുന്നത്. ആ 9 ബോഗികൾ, അത് ജാഫർ എക്സ്പ്രസ് ആണ്. കൊറ്റയിൽ നിന്ന് പെഷാവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ട്രെയിനാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയിലെ അംഗങ്ങൾ, വിഘടനവാദികൾ റാഞ്ചിയിരിക്കുന്നത്. 9 ബോഗികളിലായി 400 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 100-ലധികം പേർ ഈ സൈന്യവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അത് സൈന്യത്തിൽ നിന്നുള്ളവരുണ്ട്, അതുപോലെ തന്നെ പോലീസ് ഉണ്ട്, ആന്റി ടെററിസം ഫോഴ്സ് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, ISI, പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI അടക്കമുള്ള ഉദ്യോഗസ്ഥർ, ഈ 100-ലധികം പേരും ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ബന്ദികളാക്കി എന്നുള്ളതാണ് ഇപ്പോൾ BLAയുടെ ഔദ്യോഗികമായ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സൈന്യം ഇടപെട്ടാൽ ഈ ബന്ദികളാക്കിയവരെ വധിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ BLAയുടെ മുന്നറിയിപ്പായി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. നിലവിൽ 6 സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊറ്റ എന്ന സ്ഥലത്ത് നിന്നും പെഷാവാറിലേക്കാണ് ഈ ട്രെയിൻ പോകുന്നതിനിടയിൽ ഈ ഒരു വിജനമായ ഒരു പ്രദേശത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും റെയിൽവേ ട്രാക്ക് തകർത്ത ശേഷമാണ് ഈ ട്രെയിൻ ഇവർ ഹൈജാക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പ്രസ്താവനയിൽ BLA തന്നെ അവകാശപ്പെടുന്നത്. ഏതായാലും കൂടുതൽ സൈനിക അതുപോലെ തന്നെ പോലീസ് അടക്കമുള്ള ISI ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ തങ്ങളുടെ ബന്ദികളായി ഇപ്പോൾ പക്കലുണ്ട് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നത്. 400-ലധികം യാത്രക്കാരാണ് ട്രെയിനിൽ ഉണ്ടായിരുന്നത്. മറ്റുള്ളവരെ ബന്ധപ്പെട്ട് വിട്ടയച്ചോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഈ സൈനികരും അതുപോലെ തന്നെ പോലീസുകാരും അടക്കമുള്ളവരെ ഇപ്പോൾ തങ്ങൾ ബന്ദികളാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം BLA സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ, കുട്ടികൾ, അതുപോലെ തന്നെ ബലൂച്ചിലേക്ക് പോകുന്ന മറ്റ് യാത്രക്കാർ എന്നിവരെ അവരെ മോചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ പ്രസ്താവനയിൽ പറയുന്നത്. ബാക്കിയുള്ള ഈ സെക്യൂരിറ്റി പേഴ്സണൽസ്, സൈന്യം അടക്കമുള്ളവരെയാണ് ഇപ്പോൾ ബന്ദികളാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അവർ പ്രസ്താവനയിൽ പറയുന്നത്. ഇവരെ വരും മണിക്കൂറുകളിൽ എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ സൈന്യം ഇടപെടലിന് ശ്രമിച്ചാൽ ഇവരെ, ഈ ബന്ദികളാക്കിയ സൈനികരടക്കമുള്ള 100ഓളം ബന്ദികളെ വധിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും BLAയുടെ ഭാഗത്ത് നിന്ന് സൈന്യമടക്കം ഇനി അങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. അവർക്ക് അവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യമൊക്കെ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു റാഞ്ചൽ ഉണ്ടായിരിക്കുന്നത്. കൊറ്റയിൽ നിന്ന് പെഷാവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ട്രെയിനാണ് റാഞ്ചിയത്. ട്രെയിനിൽ 9 ബോഗികളായി 400-ലധികം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 100 പേർ ഈ സൈനികരാണ്, പോലീസിൽ നിന്നുള്ളവരുണ്ട്, ഭീകരവിരുദ്ധ സ്ക്വാഡിൽ നിന്നുള്ളവരുണ്ട്, ചാരസംഘടനയായ ISIയിലെ അംഗങ്ങളുണ്ട് എന്നുള്ളതാണ് BLA അറിയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇനി സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഇവരെ മോചിപ്പിക്കാനുള്ള നടപടികൾ എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും സൈന്യം ഇടപെട്ടാൽ ഇവരെ വധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ BLA നൽകുകയും ചെയ്യുന്നുണ്ട്. ശരി ആന്റണി, പാകിസ്ഥാനിലെ പെഷവാറിനടുത്ത് വെച്ച് ഭീകരർ ഒരു ട്രെയിൻ തന്നെ റാഞ്ചിയിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകരാണ് 450-ലധികം യാത്രക്കാരുള്ള ട്രെയിൻ റാഞ്ചിയിരിക്കുന്നത്. സൈന്യത്തിന്റെ ഇടപെടലുകൾക്കായി കാത്തിരിക്കുകയാണ്. പക്ഷേ സൈന്യം ഇടപെടുകയാണെങ്കിൽ ട്രെയിനിലുള്ള ആളുകളെ വധിക്കും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏത് രീതിയിലായിരിക്കും ഈ ഒരു സംഘർഷത്തെ പാകിസ്ഥാൻ നേരിടുക എന്നാണ് ഇനി അറിയാനുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ആന്റണി ജിസ് ജോർജ്.